വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആക്ച്വലി നല്ല കാറ്റുണ്ട്. ഞങ്ങളുടെ ഫ്ലാറ്റ് ബീച്ചിന്റെ അടുത്താണ്. അപ്പൊ ഞങ്ങൾക്ക് നല്ല കാറ്റുണ്ടാവും, സ്പെഷ്യലി മഴയുള്ള ഒരു സമയമായതുകൊണ്ട്. അപ്പം മോനൊന്നും വന്നിട്ടില്ല. മോൻ ഇപ്പൊ സ്കൂളിൽ നിന്ന് വരും. എന്റെ ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട്. ചേച്ചി ദുബായിലാണ് നാട്ടിലേക്ക് വന്നേക്കുന്നത്. ഒരു 4-5 months ആയി തോന്നുന്നു പോയിട്ട്. അപ്പം ചേച്ചി വന്നിട്ട് 2 ദിവസമായി. അപ്പൊ ചേച്ചിയെ കണ്ടിട്ടില്ല. ചേച്ചി എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ അമ്മയെ പോലെയാണ്, ചേച്ചിയെ പോലെയാണ്. എന്നെക്കാളും ഒരു 3 years മാത്രമേ ചേച്ചിക്ക് വയസ്സ് കൂടുതലുള്ളൂ. പക്ഷെ എനിക്ക് എൻ്റെ അമ്മയെ പോലെയാണ്. അതിലുപരി എൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ് എൻ്റെ ചേച്ചി. അപ്പൊ ചേച്ചി വന്നിട്ട് ചേച്ചിയെ പോയി കണ്ടിട്ടില്ല. നാളെ കുട്ടികൾക്ക് സ്കൂളുണ്ട്. അപ്പം ഇന്ന് മോൻ വന്നിട്ട് മോളെ സ്കൂളിൽ പോയി പിക്ക് ചെയ്തിട്ട് വീട്ടിലൊന്ന് പോകണം, ചേച്ചി ഒന്ന് കാണണം, എന്നിട്ട് തിരിച്ചു വരും വേണം. കാരണം നാളെ സ്കൂളുള്ളതുകൊണ്ട്. അപ്പം നമുക്ക് വീട്ടിൽ പോവാം. ഇതാണ് സ്കൂളിൽ പോയിട്ട് വന്നാലുള്ള സ്ഥിതി. ഹലോ, വെരി ഗുഡ് ബോയ്. ടൈയൊക്കെ എവിടെ? സ്കൂളിൽ പോകുമ്പോ ടൈയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ടൈ ഇല്ല, ബാഗിൽ വെച്ചിട്ടുണ്ടോ? വെരി ഗുഡ്. ബാഗിൽ വെക്കാൻ വേണ്ടിട്ടാണ് സ്കൂളിൽ നിന്ന് ടൈ തരുന്നേ? അമ്മേന്റെ ഗുഡ് ബോയ് എന്താ ചെയ്യാ സ്കൂളിൽ വിട്ട് വന്നാല്? ഷൂ അഴിച്ചിട്ട് എന്ത് ചെയ്യാ? ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അമ്മേന്റെ ഗുഡ് ബോയാ. വെരി ഗുഡ്. ഇതൊക്കെ എന്റെ ഗുഡ് ബോയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ അറിയാം. പക്ഷെ എന്നാലും ടൈ ഒക്കെ സ്കൂളിൽ നിന്ന് എടുത്ത് ബാഗിലിട്ടാ കുഴപ്പമില്ല. അങ്ങനെയാണോ സ്കൂളിൽ ഇപ്പൊ പുതിയ നിയമങ്ങളൊക്കെ? ബാഗിൽ എന്താ ഉള്ളത്? ആണോ? എന്നാ ബാഗിൽ നിന്ന് ടൈ എടുത്ത് പുറത്ത് വെച്ചിട്ട് ബാഗ് എടുത്ത് വെക്കൂ. വെരി ഗുഡ് ബോയ്. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി. മോളെ പിക്ക് ചെയ്തിട്ട് വേണം വീട്ടിലേക്ക് പോവാൻ വേണ്ടിട്ട്. അവൾ വരുന്നുണ്ട്. മഴ പെയ്യണതിന് മുമ്പ് ഇങ്ങോട്ട് വന്നാൽ മതി. എന്തൊരു പതുക്കെയാ വരണത്. ഒന്ന് ഹോൺ അടിച്ച് പേടിപ്പിക്കട്ടെ, അപ്പൊ കുറച്ച് സ്പീഡ് കിട്ടും. ഓപ്പൺ. നിന്റെ സ്കൂള് വേഗം വിടില്ലേ? ചേട്ടാ എന്താ ചേട്ടാ, നമ്മൾ വെറുതെ കാണുന്നില്ലേ ചേട്ടാ നിങ്ങൾ? പാവം ചേട്ടൻ, why you blaming him? മമ്മ, നമ്മൾ അന്ന് ഇതിന് സാധ്യാന്റിന്റെ വീട്ടിൽ പോയില്ലേ? പിന്നെ മമ്മന്റെ ബർത്ത്ഡേയില് സാധ്യാന്റി മമ്മന്റെ സ്കൂൾ ഫ്രണ്ട്സ് ഫുള്ള് വന്നപ്പോ എന്താ സാധ്യാന്റി വരാത്തത് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാ? സാധ്യാന്റിനെ ഞാൻ പരിചയപ്പെടുന്നത് കോളേജിലല്ലേ. അത് കോളേജ് ഫ്രണ്ട് ആണ്. ആക്ച്വലി സാധ്യാന്റിനെ പരിചയപ്പെട്ടത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. How do you meet her? സാധ്യന് ഭയങ്കര പാവം ഒരു ആന്റി ആണേ. എങ്ങനെയാന്ന് വെച്ചാല് മമ്മ കോളേജിൽ പഠിക്കുന്ന സമയത്ത് മമ്മേന്റെ ഒരു മിസ് ഉണ്ടായിരുന്നു. ആ മിസ്സിന് മമ്മേനെ ഒട്ടും ഇഷ്ടമില്ലായ്മ എങ്ങനെയാ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഒരു പ്രാവശ്യം മിസ് ക്ലാസ്സിൽ വന്നിട്ട് മിസ്സിന്റെ പേര് മിസ് പറഞ്ഞു. മിസ്സിന്റെ പേര് ഞാൻ പറയണ ശരിയാണോ എന്ന് എനിക്കറിയില്ല. മിസ്സിന്റെ പേര് ഞങ്ങളൊക്കെ വിചാരിച്ചോണ്ടിരുന്ന മിസ്സിന്റെ പേര് ശാന്തി എന്നായിരുന്നു എന്നാ. പക്ഷെ മിസ് വന്നിട്ട് പറഞ്ഞു എന്റെ പേര് ശാന്തി അല്ല, എന്റെ പേര് ശാന്തി എന്നാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മുമ്പിൽ തന്നെ ഇരിക്കുന്നേ. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ അങ്ങനെ വിളിച്ചുകൂടെന്ന് ചോദിച്ചു. എങ്ങനെ? അത് പറയില്ല. അത് പറയണോ? ഇല്ല എടി, ഞാൻ കുരുത്തം കെട്ട ഒരു കുട്ടിയായിരുന്നു. അപ്പൊ മിസ് അത് കേട്ടു. അപ്പൊ മിസ് കേട്ട സമയത്ത് അയ്യോ ഇത് നിറയെ പിള്ളേരാണല്ലോ, ഒന്ന് ഇങ്ങോട്ട് കാണിച്ചു നോക്ക്. ഇതുവരെ കൂടെ കാറെടുക്കുമ്പോ എനിക്ക് പേടിയാവുന്നു. അയ്യോ എന്റെ ദൈവമേ, അയ്യോ എന്റെ കുട്ടികളെ. എന്റെ ഒന്ന് പോക്കോട്ടെ. കണ്ടിന്യൂ. കം ടു ദ പോയിന്റ്. അപ്പം കമ്മിങ് എന്താ പറഞ്ഞേ? അപ്പൊ മിസ്സിന് അങ്ങനെ പറഞ്ഞു, മിസ് കേട്ടു. അപ്പൊ അത് സ്വാഭാവികമായിട്ട് ഒരു മിസ്സിന് നമ്മളോട് ദേഷ്യം തോന്നാനുള്ള ഒരു കാരണമാണല്ലോ അത്. പിന്നെ മിസ്സിന് എന്നോട് ഭയങ്കര ദേഷ്യം. അതിനുശേഷം ദേഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ നല്ലതായിരുന്നെങ്കിൽ ദേഷ്യപ്പെടേണ്ട കാര്യമില്ല, ഞാൻ നല്ലതല്ലല്ലോ. അപ്പൊ മിസ്സിന്റെ ക്ലാസ്സിൽ ഞാൻ ഇത് കൊണ്ടുപോയി. ഞാൻ ആദ്യമായിട്ട് കോളേജിൽ പോയപ്പോ സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സ് ഒന്നുമില്ല. സ്കൂളിൽ ഭയങ്കര സന്തോഷമായിട്ട് ഭയങ്കര അടിച്ചു പൊളിച്ച് ഒരു ലൈഫായിരുന്നു. അത് കഴിഞ്ഞ് കോളേജിൽ എത്തിയ സമയത്ത് ഞാൻ ആകെ ഒറ്റപ്പെട്ട ഫീൽ, ആരുമില്ല എന്റെ കൂടെ. അപ്പം
അവർക്കൊക്കെ ഗവൺമെന്റ് കോളേജിൽ അവർ കയറി, ഞാൻ മാത്രം പ്രൈവറ്റിലും ആയി പോയി. അത്ര നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ പ്രൈവറ്റിലാണ് കിട്ടിയത്. അങ്ങനെ എന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, അങ്ങനെ സാദിയ ആന്റിനെ കണ്ടത്. അങ്ങനെ എന്റെ അടുത്തിരിക്കുന്ന സാദിയ. പക്ഷെ എനിക്ക് മനസ്സിലായി ഇവൾ എന്റെ ഒരു വൈബ് അല്ല എന്നുള്ളത്. ആ ഒരു വൈബ്, ഒരു പാവം കുട്ടിയാണല്ലോ, നമ്മള് പാവമല്ലോ. അപ്പൊ ആ ഒരു വൈബ് അല്ലാന്ന് മനസ്സിലായപ്പോ ഞാൻ സാദിയനോട് വലിയ സംസാരമൊന്നും ഇല്ല കേട്ടോ. അപ്പം മിസ് അടുത്ത ദിവസം നോട്ട് കൊണ്ടുവന്നില്ല. ഞാനും എന്റെ അമ്മ എനിക്ക് പൈസ തന്നിരുന്നു നോട്ട് വാങ്ങാൻ 30 രൂപ. അന്ന് 30 രൂപയ്ക്ക് ബിരിയാണി കിട്ടും കോളേജില്. ഞാൻ അന്ന് അത്രേ ഉള്ളൂ. അപ്പം ഞാൻ 30 രൂപയ്ക്ക് ബിരിയാണി വാങ്ങി കഴിച്ചു. അപ്പൊ എന്റെ അടുത്ത് നോട്ട് വാങ്ങാൻ പൈസ ഇല്ല. പക്ഷെ കേക്ക് അപ്പൊ മാമിന്റെ ക്ലാസ്സിൽ നോട്ടില്ല. മാമിന് അല്ലെങ്കിൽ എന്നെ ഇഷ്ടമില്ല. അങ്ങനെ അത് കഴിഞ്ഞ് മാമിന്റെ ക്ലാസ്സിൽ നോട്ടില്ല, എന്നോട് പുറത്ത് നിൽക്കാൻ പറഞ്ഞു. നാളെ നോട്ട് വാങ്ങിയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ക്ലാസ് കയറിയാൽ മതി പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് ഞാൻ മാം പോയപ്പോ കയറിയപ്പോ ഞാൻ ഇവളോട് പറഞ്ഞു, എനിക്കൊരു നോട്ട് മേടിച്ചു തരും, എന്റെ അടുത്ത് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നാളെയല്ല അടുത്ത മാസം ഞാൻ നിനക്ക് പൈസ തരാം. കാരണം എന്റെ അമ്മ അടുത്ത മാസമല്ലേ അമ്മയോട് പൈസ ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു അവള് തരുമോ ഇല്ലെന്ന് നമുക്ക് അറിയില്ലല്ലോ, പുതിയ കുട്ടിയല്ലേ. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു ശരി നോട്ട് ഞാൻ മേടിച്ചു തരാം. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. നോട്ട് കിട്ടി. നിനക്ക് കഥകളിന്റെ ചട്ടയുള്ള നോട്ട് വേണോ, അല്ലെങ്കിൽ മറ്റേ തോണി തുഴയുന്ന അങ്ങനെയുള്ള ചട്ട വേണോ, അല്ലെങ്കിൽ പിന്നെ ബട്ടർഫ്ലൈന്റെ ഉണ്ട് അത് വേണോ? ഇവിടെ ഒരു 3-4 ഓപ്ഷൻസ്. ഒരു നോട്ടും ഇല്ലാണ്ട് പുറത്ത് നിൽക്കുന്ന എന്നോടാണ് ഇവള് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ സാദി എനിക്കൊരു നോട്ട് മതി, ഓക്കെ എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്കൊരു നോട്ട് മേടിച്ച് തന്നാ മതി എന്ന് പറഞ്ഞു. അപ്പൊ അവളെന്നോട് പറഞ്ഞു പിന്നെ ഞാൻ മേടിച്ചു തന്നിട്ട് അതല്ല മറ്റേത് വേണം എന്നോട് പറയാൻ പാടില്ല, ഞാൻ ഉദ്ദേശിച്ചത് കഥകളിയായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ആളൊരു പാവാണ്, എനിക്ക് പറ്റിയൊരു വൈബാണ്. അങ്ങനെ പിറ്റേ ദിവസം നോട്ട് കിട്ടി. നോട്ട് ഉണ്ടായിരുന്നു, പക്ഷെ നോക്കുമ്പോ പെന്നില്ല, പെണ്ണെടുക്കാൻ മറന്നുപോയി. പിന്നെ വീണ്ടും പ്രശ്നം. അപ്പൊ മാം വന്ന് എന്നെ പുറത്താക്കൂലേ. അപ്പൊ ഞാൻ ചോദിച്ചു എല്ലാവരുടെ അടുത്ത് ചോദിച്ചു പെണ്ണുണ്ടോന്ന്. അങ്ങനെ ആരടുത്ത് പെന്നില്ല. അപ്പൊ ഞാൻ വീണ്ടും ഇവളുടെ അടുത്തേക്ക് എന്നെ വന്നു. പക്ഷെ നിന്റെ അടുത്ത് പെണ്ണുണ്ടോ ചോദിച്ചു. പെണ്ണുണ്ട്, പക്ഷെ എന്റെ കസിൻ ആരോ ദുബായിന്ന് വരുമ്പോ കൊണ്ടുവന്നതാണ്, തിരിച്ചു തരണമെന്നാണ്. ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ചു തരാം, എനിക്കൊന്ന് പെണ്ണ് തരുമോന്ന് ചോദിച്ചു. അങ്ങനെ അവള് പെണ്ണ് തന്നു. പെണ്ണ് എങ്ങനെയാന്ന് വെച്ചാല് ഇവിടുന്ന് ഇത്രയും വലിയ പെണ്ണ്, വലിയ പെണ്ണ്, അതിന്റെ മേലെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും, ഒരു മാന്തുന്ന. ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ, പെണ്ണില്ലാണ്ടിരിക്കണേക്കാളും നല്ലതാണല്ലോ പെണ്ണോണ്ടിരിക്കുന്നത്. അങ്ങനെ മാമിന്റെ ക്ലാസ്സിൽ ഞാൻ അത് വെച്ചിരുന്നു. അപ്പൊ മാം വന്നപ്പോ മുമ്പ് തന്നെ ഇരിക്കണേ, ഇങ്ങനത്തെ പെണ്ണ് വെച്ച് ഞാൻ മുമ്പില് നേരെ പിന്നെ പോകാൻ പറഞ്ഞു പുറത്തേക്ക്. അപ്പൊ എനിക്ക് മനസ്സിലായി അവൾ എനിക്കൊരു മുതൽക്കൂട്ടായിരിക്കും, യുനോ അങ്ങോട്ടുള്ള ജീവിതത്തിലൊരു മുതൽക്കൂട്ടായിരിക്കും എനിക്ക് തോന്നിയോണ്ട് ഞാൻ കൂടെ കൂട്ടി. സുഹൃത്ത്. യെസ്. അപ്പൊ അങ്ങനെ നമ്മൾ നാനിയുടെ വീട്ടിലേക്ക് പോവാണ്. നാനിയുടെ വീട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന ബീച്ചിലാ. എന്റെ അമ്മയുടെ വീട് എന്ന് പറയുമ്പോൾ കുറച്ച് ദൂരെയാ, കുന്നമംഗലാണ്. അത് ഞങ്ങക്ക് വളരെ ഒരു 20 കിലോമീറ്റർ ഒക്കെ കാണും എന്റെ വീട്ടിൽ നിന്ന്. പക്ഷെ നുന്നുവിന്റെ സ്കൂളിൽ നിന്ന് കുറച്ചേ ഉള്ളൂ. രണ്ടും ഇന്ത്യയും മിഡിലായിട്ടാണ് മോളുടെ നിന്റെ സ്കൂള് വരുന്നത്. അങ്ങനെ ഞങ്ങൾ നാനിയുടെ അമ്മയുടെ വീട്ടിലെത്തി. പക്ഷെ അങ്ങോട്ട് കയറ്റാൻ എനിക്ക് ഭയങ്കര പേടിയായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കയറ്റാനും ഇറക്കാനും. അപ്പൊ ഞങ്ങൾ താഴെ നിർത്താണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അങ്ങനെ ഞങ്ങൾ ദുബായിൽ നിന്ന് വന്ന് അമേരിക്കൻ കുട്ടപ്പനുണ്ടോടെ. ഹലോ മോളെ ചോക്ലേറ്റ്സ് ഇതൊക്കെ ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഞങ്ങള് ഡയറ്റ് അല്ല, എനിക്ക് ഇഷ്ടമുള്ള എന്റെ ബാഗ്. അയ്യോ കാലായി അടിപൊളി. ഞങ്ങള് ഷൂട്ട് ചെയ്തെടുക്കേ. ഇവിടെ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്റെ യൂട്യൂബ് ചാനലിനോട്? പറയട്ടെ, പറ. സ്റ്റാർ ആക്ട് ചെയ്ത് വരാൻ ഭയങ്കര ക്യാരക്ടറിൽ വന്നു. എല്ലാവർക്കും സ്വാഗതം നിത്യദാസിന്റെ യൂട്യൂബ് ചാനല്. ഇന്ന് ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം. അതേപോലെ ബെൽ ബട്ടണും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണം. ഡിസ്ക്രിപ്ഷനിൽ എന്താ വേണ്ടത് അത് കൊടുത്താ കല്ലില്ലാത്തൊരു മുത്തപ്പൻ
അപ്പൊ ഞാൻ കഴിക്കും. നീ പല്ലിലേക്ക് കഴിക്കൂല. എത്ര പല്ല് പോയിട്ടുണ്ട്? 4. അങ്ങനെ ദുബായിൽ നിന്ന് വന്ന ചേച്ചിയും ചേട്ടനും ഭക്ഷണം കഴിക്കുകയാണ്. നല്ല ലേറ്റ് ആയി. നിങ്ങളെന്താ ലേറ്റ് ആയേ? ഇതെന്താ സാമ്പാറുണ്ട്. ഇതെന്താണ്? ചെമ്മീൻ മുളകിട്ടതുണ്ട്. മത്തി പൊരിച്ചതുണ്ട്. അതെന്താ ഏട്ടാ? ചിക്കനാണ്. പക്ഷെ അതിന്റെ ഫുൾ സാധനങ്ങളായിട്ടുള്ള ഇതിലാണല്ലോ. പിന്നെ പയറുപ്പേരിയുണ്ട്. ഇന്ന് ഇത്രയേ ഉള്ളൂ. വിഭവങ്ങളൊക്കെ വളരെ കുറവാണല്ലോ. ചെമ്മീൻ പൊരിച്ചതുണ്ടോ? ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. നമ്മളും കഴിച്ചിട്ടില്ല. ഇതേ ഒരാള് വിശന്ന് ഇരിക്കണ്ട്. വരൂ. ഇതെന്താ ചായ? ഒരു ചാള. മധുരട്ടുണ്ട് അല്ലെങ്കിലും നാടൻ സാധനത്തിന് ഭയങ്കര നാടൻ ടേസ്റ്റാണ് അല്ലേ? സത്യം. ഞാൻ എപ്പോഴും പറയുമ്പം അമ്മേന്റെ വീട്ടിലേക്ക് വരാന്നാ പറയാ. കാരണം അത് അങ്ങനെയാണ് അങ്ങനെ ആ നാട്ടിൽ നിന്ന് അങ്ങനെ പഠിച്ചു പോയതാണ്. കാരണം അവര് പറയാം മൈക്കയില് പോവാന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് അമ്മേന്റെ വീട്ടിലേക്ക് വരാന്ന് പറയാ. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാ. ഇതെങ്ങനെ അച്ഛന്റെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, അമ്മയോട് അച്ഛനും അമ്മയും കസ്റ്ററുണ്ടാകുമ്പോ അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇത് എന്റെ വീടാണ്, എന്റെ ഇതിലാണ് നീ താമസിക്കുന്നതെന്നൊക്കെ. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ, ഇന്നത്തെ കാലത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു കോംപ്ലക്സ് വർക്ക്ഔട്ട് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഓഹോ നിങ്ങളെ വീടാണോ നിങ്ങളതാണോ. അപ്പൊ നമുക്ക് ആ ഒരു എന്താ പറയാ പിരിയാനുള്ള ഏറ്റവും വലിയൊരു കാരണം അതായിരിക്കും. അപ്പൊ ഞാൻ എപ്പോഴും എന്റെ അമ്മയെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ അച്ഛൻ ഇങ്ങനെ പറയുമ്പോ അച്ഛനും അമ്മയും വഴക്കുണ്ടാവുമ്പോ അച്ഛൻ പറയുന്ന ഒരു കാര്യം, ഇത് എന്റെ വീടാ. അപ്പൊ അമ്മ അച്ഛനോട് പറയുന്ന കാര്യം എന്താ പറയാ, 45 വർഷം ഞാൻ അവിടെ സർവീസ് ചെയ്യും. 45 വർഷത്തെ സർവീസിന് ഇങ്ങോട്ടേക്ക് പൈസ തരുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീടും പോരാ, പറമ്പും പോരാ, ഒന്നും പോരാന്ന്. അപ്പൊ ഞാൻ അമ്മയെ കണ്ടു പഠിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. എന്തൊക്കെ അങ്ങനെയില്ല അമ്മയ്ക്ക് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനെന്തോ ഇവിടുത്തെ അമ്മയ്ക്ക് പക്ഷെ ഇന്നത്തെ കാലത്താണ് നമ്മളോടാണ് അങ്ങനെ പറയുന്നെങ്കിൽ നമ്മളിത് കേട്ടോണ്ടിരിക്കും, ഓഹോ നിങ്ങളെ വീടാണ്, നിങ്ങളെ പൈസക്കാണ് ജീവിക്കുന്നത് എന്നുള്ള ഒരു ഇതല്ലേ. പക്ഷെ അമ്മ ഞാൻ എപ്പോഴും വിചാരിക്കും, അച്ഛൻ ഏറ്റവും പറയുന്ന ഒരു കാര്യം അതാണ്, ഇത് എന്റെ വീട്, എന്റെ അമ്മയ്ക്ക് അത് അച്ഛനെന്തോ ഒരു മന്ത്രം ചൊല്ലുന്നു. പക്ഷെ അല്ല വേറെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ അങ്ങനെ പറയുന്ന സമയത്ത് അമ്മ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ, അമ്മ ഇല്ലെങ്കിൽ അച്ഛൻ ഇല്ല, അച്ഛന്റെ കാര്യം പോക്കാണ്. അപ്പൊ അത്രയും കോൺഫിഡൻസ് ഉണ്ട് അമ്മയ്ക്ക്. അച്ഛൻ കേൾക്കാത്ത ബാക്കി കേട്ടോ, താഴെ ഉണ്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കുറ്റം പറയുന്നത് വിചാരിക്കും. ചാനൽ നശിപ്പിച്ചിട്ട് പൂട്ടിപ്പിച്ചെന്ന് പറയരുത്. അതിനെ പറ്റി ഒന്നും പറയാനില്ല. പറഞ്ഞാ കൂടി പോവും. അതൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാണ്ടിരിക്കുമ്പം നല്ലതാണ്. അപ്പൊ തോണ്ടി പറയിപ്പിക്കാം, കുത്തി പറയിപ്പിക്കാം. എന്തെങ്കിലും പറയും. ഇതാണ് എന്റെ ചേച്ചി. എന്റെ ചേച്ചിയെ കാണാൻ പണ്ട് എല്ലാരും പറയായിരുന്നു സംയുക്തവർമ്മയെ പോലെയാണ്, ജ്യോതിർമയെ പോലെയാണ്. അവർക്ക് ചീത്തപ്പേര് ഉണ്ടാക്കണ്ട കേട്ടോ. ചിത്തമ്മ പോട്ടെ, ഉമ്മ ഞങ്ങൾ പോവാണേ. സ്കൂളില്ലാത്ത ദിവസം വരട്ടോ. ഞങ്ങളോട് വരുന്നോ? മനുവിന് സ്കൂളില്ലാത്ത ദിവസം വരും. സ്കൂളില്ലാത്ത ദിവസം തന്നെ അമ്മയുടെ വീട്ടിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്നു പോവുമെങ്കിൽ കൂടിയും ആ വന്നു പോകുമ്പോൾ ഒരു വിഷമാണ്. ചിലപ്പോൾ നാളെ വരുമെങ്കിൽ കൂടിയും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.